2025 ജെഇ മെയിൻ സെഷൻ 2-ന്റെ 4ാമത്തെ ദിനമായി ഇന്ന് ആദ്യത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് കുട്ടികളെല്ലാവരും തന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ ജെഇ മെയിൻ സെഷൻ 1-ലെ ടോപ്പറായ 99.9% സ്കോർ നേടിയ ഹരിനന്ദ് നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ ഹരിനന്ദ്, നമുക്കിപ്പോൾ അത്രയും ടോപ്പറായ ഒരാളോട് ചോദിക്കുവാണ്, ഇനി എക്സാം എഴുതാനുള്ളവർക്ക് എന്താണ് സജഷൻ കൊടുക്കാനുള്ളത്? സജഷൻ പറഞ്ഞാൽ കെമിസ്ട്രി മാക്സിമം റിവൈസ് ചെയ്യാം, പിന്നെ ഓർഗാനിക്കും അത്യാവശ്യം നല്ലോണം റിവൈസ് ചെയ്യാം. പിന്നെ എക്സാമിന് ടൈം മാനേജ്മെന്റ് നല്ലോണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മാത്സ് ഒക്കെ ടഫ് ആയാൽ മാക്സിമം ഡുവബിളായ ക്വസ്റ്റ്യൻ ചെയ്തു പോവുക, ടഫായ ക്വസ്റ്റ്യൻസ് ചെയ്യാതിരിക്കുക, അത് ലാസ്റ്റ് ചെയ്യാൻ നോക്കുക. അതിനെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ കമ്പാരിറ്റീവ്ലി സെഷൻ 1-ൽ നിന്ന് നോക്കുവാണെങ്കിൽ വിച്ച് വാസ് ബെറ്റർ അക്കോർഡിംഗ് ടു യു? എനിക്ക് സെഷൻ 1 ആയിരുന്നു ബെറ്റർ. 2 കുറച്ചുകൂടി ടഫായിട്ട് തോന്നി. ഓക്കെ, അവിടെ പേരെന്താണ്? ഫഹദ്. എവിടുന്ന് വരും? കോഴിക്കോട്. ഇവിടെ ബെർലിനിലെ ഏത് പ്രോഗ്രാമാണ്? റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം. ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് നല്ല ഹാർഡ് ചെയ്യണോ, ലെങ്ത് ചെയ്യണോ? ഫിസിക്സ് ഈസി, വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, സെഷൻ 1 അറ്റൻഡ് ചെയ്ത ആളാണ് അല്ലേ? അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ സെഷൻ 1 ആയിരുന്നോ 2 ആയിരുന്നോ ടഫർ? ഈ ഇതൊക്കെ ആണെങ്കിൽ സെക്ഷൻ 2 സെഷൻ 2 ആയിരുന്നു കുറച്ചുകൂടെ ഒന്ന് ടഫർ ആയിട്ട്. ഇന്നത്തെ എക്സാം നോക്കുമ്പോൾ. ഓക്കെ, ടൈം മാനേജ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ, അവിടെ പേര്? ജോയൽ. ഓക്കെ, എവിടെ നിന്ന് വരുന്നു? കണ്ണൂർ. ബെർലിനിലെ ഏത് പ്രോഗ്രാം? റിപ്പീറ്റേഴ്സ് ഐ.ടി. ബാച്ച്. ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം മാത്സ് ഡൂവബിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷെ ഭയങ്കരമായിട്ട് ലെങ്തി ആയിട്ട് തോന്നി എനിക്ക്. പിന്നെ മാത്സ് ഫിസിക്സും കെമിസ്ട്രിയും പഴയ ലെവൽ തന്നെ, സെഷൻ 1 അതേ ലെവൽ തന്നെയായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, നിങ്ങൾ ലെങ്തി എന്ന് പറഞ്ഞാൽ ടഫ് ആയിരുന്നു എന്നാണ്? അത് ലെങ്തി ആയിരുന്നു, കുറച്ചുകൂടെ സമയം കിട്ടുമായിരുന്നെങ്കിൽ സമയം കിട്ടിയായിരുന്നെങ്കിൽ ചെയ്ത് കിട്ടുമായിരുന്നു. മാത്സ് ഒക്കെ ആണെങ്കിൽ ചെയ്തു വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് സ്റ്റെപ്സ് ഒക്കെ കൂടി ലെങ്തി ആയി പോകുന്നുണ്ട് കുറച്ചൊക്കെ. സെന്റർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സെന്റർ ആംബിയൻസ്, അവരുടെ സ്റ്റാഫിന്റെ ഒക്കെ എല്ലാം ഓക്കെ ആയിരുന്നു. ഓക്കെ, അവിടെ പേരെന്തായിരുന്നു? ആൽവിൻ. എവിടെ നിന്ന്? പത്തനംതിട്ട. നമ്മുടെ ബെർലിനിലെ ഏത് കോഴ്സ്? ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി ഒക്കെ എനിക്ക് വലിയ പണിയായിട്ട് തോന്നിയില്ല, അത്യാവശ്യം എളുപ്പം തന്നെയായിരുന്നു. മാത്സ് കുഴപ്പമില്ലായിരുന്നു, ഞാൻ പറയാം. കുഴപ്പമില്ലായിരുന്നു. മാത്സ് ആണ് പൊതുവെ എല്ലാവർക്കും കുറച്ചൊരു പിടുത്തം വന്ന മാത്സിലാണെന്ന് തോന്നുന്നു. ഓക്കെ, സെഷൻ 1 അറ്റൻഡ് ചെയ്ത ആളല്ലേ? ഓക്കെ, അപ്പോൾ സെഷൻ 1 ആൻഡ് സെഷൻ 2 കമ്പാരിറ്റീവ്ലി വിച്ച് വാസ് ബെറ്റർ? കമ്പാരിറ്റീവ്ലി ഫിസിക്സും കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ഇത് തന്നെ എനിക്ക് എളുപ്പം തോന്നി. ഓക്കെ, സെഷൻ 1-നേക്കാളും എളുപ്പം ഇതാണ് തോന്നുന്നത്. ഓക്കെ, ഫൈൻ. പേരെന്താണ്? ആശിഷ്. എവിടെ നിന്ന് വരുന്നു? എറണാകുളം. ബെർലിനിലെ ഏത് കോഴ്സ്? റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം. ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് ഞാൻ കരുതി കുറച്ച് തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രതീക്ഷിച്ചാൽ വന്നത്, പക്ഷേ തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. മെയിൻലി പ്രോബ്ലംസ് ആയിരുന്നു. ചില പ്രോബ്ലംസ് കുറച്ച് ലെങ്തി ആയിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓവറോൾ ഫിസിക്സ് ഈസി ഫോർ മീ. ആൻഡ് കെമിസ്ട്രിയുടെ കേസ് വരുമ്പം കെമിസ്ട്രി എല്ലാ ഷിഫ്റ്റിലും വരുന്നതുകൊണ്ട് കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ പ്രോബ്ലംസ് മെയിൻറ്റെയിൻ ചെയ്താൽ പോയെ. അപ്പം കെമിസ്ട്രി പേപ്പറും കുഴപ്പമുണ്ടായിരുന്നില്ല. മാത്സ് പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഈ കെമിസ്ട്രി ഇനോർഗാനിക് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്, എവിടെ നിന്നായിരുന്നു കൂടുതൽ വന്നിരുന്നത്? ഇന്ന് എനിക്ക് തോന്നുന്നു ഓർഗാനിക് കുറച്ച് കുറവായിരുന്നു, ബട്ട് ദെൻ ഇനോർഗാനിക്കും ഇച്ചിരി ഉണ്ടായിരുന്നു, ഫിസിക്കലും ഉണ്ടായിരുന്നു കുറച്ച്. ഓക്കെ, അപ്പോൾ സെഷൻ 1 ആൻഡ് സെഷൻ 2 കമ്പാരിറ്റീവ്ലി ഏതാണ് ബെറ്റർ? എനിക്ക് തോന്നുന്നു എനിക്ക് സെക്ഷൻ 2 ആയിരുന്നു കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നി സെക്ഷൻ 1-നേക്കാൾ. ഓക്കെ, നമ്മളിപ്പോൾ ബ്രില്യൻറ്റിൽ ഇപ്പോൾ ഒരുപാട് മോഡൽ എക്സാംസ്, ഓൾ യൂണിറ്റ് എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അതായത് അത്രയും പരീക്ഷകൾ എഴുതി നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ഗുണം ചെയ്തോ? സത്യം പറഞ്ഞാൽ ശരിക്കും ഗുണം ചെയ്തു. ഒരു ബ്രില്യൻ മോഡൽ എക്സാം എന്ന രീതിയിലായിരുന്നു ഇത്. നമ്മുടെ സ്ക്രീൻ ആണെങ്കിലും എല്ലാം അതുപോലെ തന്നെ, there is no difference. കറക്റ്റ് ഒരു ഫീൽ തന്നെ, ആ ഒരു പാറ്റേൺ തന്നെ നമുക്ക് ഇവിടെ ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് ടെൻഷനാണ്ട് എഴുതാൻ പറ്റും. അവിടെ പേരെന്താ? എൻ്റെ പേര് ആദിത്യ. എവിടെ നിന്ന് വരുന്നു? എറണാകുളം. ബെർലിനിലെ ഏത് പ്രോഗ്രാമിലാണ്? റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം. ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം സീനിലായിരുന്നു, അത് എളുപ്പമായിരുന്നു. മാത്സ് ഇച്ചിരി ടഫായിരുന്നു. എളുപ്പം ഏതായിരുന്നു? എളുപ്പം ഫിസിക്സ് നല്ല എളുപ്പമായിരുന്നു. എനിക്ക് തോന്നുന്നു ഫിസിക്സ് നമ്മൾ ഈ മൊത്തത്തിൽ ഒരു എക്സാം മൊത്തത്തിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഫിസിക്സ് പൊതുവേ എളുപ്പമായിരുന്നല്ലേ? ഓക്കെ, സെഷൻ 1-ൽ നോക്കുമ്പോൾ വിച്ച് വാസ് ബെറ്റർ? സെഷൻ 1 വെച്ച് നോക്കുമ്പോൾ മാത്സ് കുറച്ചൊരു പൊടിക്ക് എളുപ്പമായിട്ടുണ്ട്. സെഷൻ 1 വെച്ച് നോക്കുമ്പോൾ എന്നാലും അത്യാവശ്യം ലെങ്തിയാണ്, ടഫാണ്. സെഷൻ 1-ൽ ഇതിലും ടഫറായിരുന്നു. ഇപ്പൊ ഇവിടെ ലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മോഡൽ എക്സാംസ് ഒക്കെ എഴുതി ഒരു പരിചയ സമ്പന്നതയോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു മെയിൻ എക്സാം എഴുതാൻ വരുന്നത്. ആ ഒരു മോഡൽ എക്സാംസ് എഴുതി അത്ര ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ഗുണം ചെയ്തു. അതുണ്ടായി കുറെ മോഡൽ എക്സാം ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായി. പിന്നെ അത് നന്നായി. പേര്? ആദിത്യൻ. എവിടെ നിന്ന് വരുന്നു? കാസർഗോഡ് നിന്ന് വരുന്നു. ഓക്കെ, നമ്മുടെ ബ്രില്യനിലെ ഏത് പ്രോഗ്രാമിന്റെ? E27 റിപ്പീറ്റേഴ്സ് ബാച്ച്. ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ഒരു മോഡറേറ്റ് ആയിട്ടാണ് തോന്നിയത്. ഫിസിക്സ് കഴിഞ്ഞ ഞാൻ 28 ഷിഫ്റ്റ് ആയിരുന്നു, അപ്പോൾ അതിനെ കമ്പയർ ഫിസിക്സ് എളുപ്പമായിരുന്നു. കെമിസ്ട്രി കുറച്ചൊന്നൊരു മോഡറേറ്റ് ആയിരുന്നു. ഓർഗാനിക് കുറവായിരുന്നു. പിന്നെ മാത്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ ലെങ്തി ഭയങ്കര ടൈം
തികയുന്നില്ല. നമ്മുടെ എക്സാം സെന്റർ എങ്ങനെയാണ്? ലൈക്ക് നിങ്ങൾ എക്സാമിന് കയറുന്നതിന് മുന്നേ ഒരുപാട് ഫ്രിസ്കിങ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കംഫർട്ടബിൾ ആയിരുന്നു? അതെല്ലാം പെട്ടെന്ന് കുഴപ്പമില്ലാതെ ഒരു കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ആയിട്ട് കോമൺ ആയിട്ടൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇനിയും കുറച്ച് പേര് നമ്മൾ ഒരുപാട് പേരോട് നമുക്ക് ഇനിയും എക്സാം എഴുതാനായിട്ടുണ്ട്, അവർക്ക് കൊടുക്കാനുള്ള എന്ത് സജഷനാണ് നിങ്ങൾക്കുള്ളത്? ഇപ്പോൾ ഈ ഒരു എക്സാം എഴുതിയതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്ത് സജഷനാണ് നിങ്ങൾക്ക് ഇനി എക്സാം എഴുതാനുള്ളവർക്ക് കൊടുക്കാനുള്ളത്? ഇനോർഗാനിക് കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ടൊന്ന് വായിച്ചു നോക്കുക ലാസ്റ്റ് മിനിറ്റ്. കാരണം ഇനോർഗാനിക്കിന് ഒരു ചാപ്റ്ററിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻസ്, അതും ഒരു സെയിം ടോപ്പിക്ക് തന്നെ നമുക്ക് ഇന്നത്തെ എക്സാമിനുണ്ടായിരുന്നു. അപ്പോൾ ഇനോർഗാനിക് കുറച്ചൊന്ന് സ്ട്രോങ് ആക്കാൻ നോക്കുക. ഫോർമുലാസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. പി ബ്ലോക്ക് പോലത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് തുറവാക്കുക, കാരണം അതിൽ നിന്ന് ചോദ്യം വന്നു ഡയറക്റ്റ് ആയിട്ട്. പിന്നെ പറയാനുള്ളത് ടൈം മാനേജ് ചെയ്യാൻ നോക്കുക. മാത്സിലൊക്കെ ആണെങ്കിൽ അതാണ് പ്രശ്നം വരിക. ബാക്കി കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. താങ്ക് യു. അവൻ്റെ പേരെങ്ങനെയാണ്? രോഹിത്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം മാത്സ് ഇച്ചിരി ലെങ്തി ആയിരുന്നു, അത് പൊതുവെ പോലെ. കെമിസ്ട്രി ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ട് വന്നു. ഫിസിക്സ് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സെഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് അതിലും നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയോ? ഫസ്റ്റ് സെഷൻ വെച്ച് കമ്പയർ ഷിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. മാത്സ് ഇച്ചിരി കമ്പാരബിൾ ആണെന്നാണ് തോന്നുന്നത്. ഡൂവബിൾ ആയിരുന്നോ മാത്സ്? നമ്മുടെ കഴിഞ്ഞ 3 ദിവസത്തെ എക്സാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാത്സ് ഒക്കെ നോക്കി ക്വസ്റ്റൻസ് ഒക്കെ കണ്ടില്ലായിരുന്നോ? അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഇന്ന് ഇച്ചിരി കൂടി ലെങ്തി ആണെന്നാണ് തോന്നുന്നത്. കോൺസെപ്റ്റ് പേരെങ്ങനെയാ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ഇന്നത്തെ എക്സാം മാത്സ് ഭയങ്കര മാത്സ് ലെങ്തി ആയിരുന്നു. കെമിസ്ട്രി ട്രിക്ക് ആയിരുന്നു. ഇൻഡയറക്റ്റ് കെമിസ്ട്രി ഇൻഡയറക്റ്റ് ആയിരുന്നു. കെമിസ്ട്രി ന്യൂമറിക്കലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കാൽക്കുലേഷൻസ് ഭയങ്കര ലെങ്തി ആയിരുന്നു. കഴിഞ്ഞ എക്സാംസ് ഒക്കെ അങ്ങനെ ആയിരുന്നു എന്ന് കൂട്ടുകാരൊക്കെ പറഞ്ഞില്ലേ? അത്രയും കഴിഞ്ഞത് വെച്ച് നോക്കി അത്രയും എനിക്ക് അങ്ങനെ തോന്നിയില്ല. മാത്സ് ആണ് എനിക്ക് മെയിനായിട്ട്. മാത്സ് ആണ്. അപ്പോൾ ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് കുഴപ്പമുണ്ടായിരുന്നില്ല. ഫസ്റ്റ് സെഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയോ? ഫസ്റ്റ് സെക്ഷൻ വെച്ച് നോക്കും അത്രയും ആയില്ല. ആ പേരെങ്ങനെയാ? അമൽ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം അത്യാവശ്യം മോഡറേറ്റ് ആയിരുന്നു. മാത്സ് ഒക്കെ പണിയുണ്ടായിരുന്നു. മാത്സ് ഇച്ചിരി ചെയ്യാണ്ടായിരുന്നു, അത്യാവശ്യം ലെങ്തി ആയിരുന്നു. ഫിസിക്സോ? ഫിസിക്സ് അത്യാവശ്യം എളുപ്പമായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസത്തെ എക്സാം വെച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നീ കണ്ടില്ലായിരുന്നോ? അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മാത്സ്? അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ? മാത്സ് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നി. കെമിസ്ട്രിയോ? കെമിസ്ട്രി അത്യാവശ്യം ടഫായിരുന്നു. കഴിഞ്ഞ 3 ദിവസത്തെ എക്സാംസ് ടഫായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? കെമിസ്ട്രി അത്രയും ടഫല്ല, പക്ഷെ ഇച്ചിരി ട്രിക്കി ആയിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റൻസ് ഒക്കെ കുറവായിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ സെന്റർ? എങ്ങനെയുണ്ട്? സെന്ററൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ എക്സാം എഴുതാൻ കംഫർട്ടബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ടാണ് എക്സാം? പ്രീവിയസ് സെഷനേക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫിസിക്സ് എങ്ങനെയുണ്ടായിരുന്നു? ഫിസിക്സ് ഈസി ആയിരുന്നു. നമ്മുടെ കഴിഞ്ഞ 3 സെഷൻ വെച്ച് അതേ ഒരു ലെവലിലുള്ള ക്വസ്റ്റൻസ് തന്നെയാണോ? അതേ ഒരു ലെവൽ വെച്ചിട്ടാണ് ചോദിച്ചത്. അപ്പോൾ മാത്സോ? ലെങ്തി ആയിരുന്നു. അപ്പം കഴിഞ്ഞ 3 ദിവസത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ടഫായിരുന്നു അല്ലേ? അപ്പോൾ പിന്നെ കെമിസ്ട്രിയോ? കെമിസ്ട്രി ലെങ്തി ആയിരുന്നു. കാൽക്കുലേഷൻസ് ഒക്കെ കുറച്ച് ലെങ്തി ആയിരുന്നു. ന്യൂമറിക്കൽസ് ആസ് യൂഷ്വൽ മുമ്പത്തെ പോലെ തന്നെ കഴിഞ്ഞ 3 ദിവസത്തെ പോലെ തന്നെ ലെങ്തി ആയിരുന്നു അല്ലേ? പക്ഷേ ലെങ്തി ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ സെന്റർ ഒക്കെ എങ്ങനെയുണ്ട്? സെന്റർ നല്ലതായിരുന്നു. അവിടുത്തെ സ്റ്റാഫ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലേ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ലായിരുന്നു. ബേസിക്കലി വെൻ ഐ സോ ദ പേപ്പർ ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് സോ ഈസി. ബട്ട് അത് ചെയ്തു വരുന്ന സമയത്ത് അത്യാവശ്യം ലെങ്തി തന്നെ ആയിരുന്നു. മാത്സും ലെങ്തി ആയിരുന്നു അല്ലേ? മാത്സ് ലെങ്തി, കെമിസ്ട്രി അത്യാവശ്യം ട്രിക്കി ആയിരുന്നു. ഇവരെല്ലാവരും പറഞ്ഞ മാത്സ് ലെങ്തി ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ 3 ദിവസത്തെ ക്വസ്റ്റൻസ് ഒക്കെ കണ്ടായിരുന്നു. നമ്മുടെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റൻ ലൈവ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടായിരുന്നോ? അപ്പോൾ നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ എഴുതി അത് എന്തോരം ഹെൽപ്പ് ചെയ്തു ഇന്നത്തെ എക്സാമിന്? മോഡൽ എക്സാംസ് ബേസിക്കലി നമ്മുടെ ടൈം മാനേജ്മെന്റിനാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ടൈം ഇതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോഡലിൽ വന്ന അതേ ലെവലിലുള്ള ക്വസ്റ്റൻസ് ഒക്കെ ആയിരുന്നോ? അതെ, അത് തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ? എൻ്റെ പേര് ജുവിൻ ജസ്റ്റിൻ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം എല്ലാവരും പറയുന്ന പോലെ മോഡറേറ്റ് ആയിരുന്നു. ഫിസിക്സ് എളുപ്പമായിരുന്നു. കെമിസ്ട്രി കുറച്ചൊരു ആവറേജ്, കുറച്ചുകൂടെ ഒരു എബവ് ആവറേജ് എന്ന് പറയാം. അതുപോലെ മാത്സ് എങ്ങനെയുണ്ടായിരുന്നു? ഡൂവബിൾ ആയിരുന്നു മാത്സ് ഡൂവബിൾ ആയിരുന്നു, ബട്ട് ലെങ്തി ആയിരുന്നു. ടൈം കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എഴുതാൻ പറ്റിയത് അല്ലേ? അതെ. ഫസ്റ്റ് സെഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിലും നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയോ? കുറച്ചുകൂടെ കോൺഫിഡന്റ് ആണ് ഞാൻ. സോ പറ്റിയെന്ന് തന്നെ വിചാരിക്കുന്നു. മാർക്കല്ലല്ലോ, കോൺഫിഡൻസ് അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഐ ആം ഹാപ്പി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സെന്റർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സ്റ്റാഫ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നോ? സ്റ്റാഫ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ആൻഡ് സെന്റർ വേനൽക്കാലമാണ്, സോ അതിന്റെ ഒരു കുഞ്ഞു ചൂടൊക്കെ ഉണ്ടായി. ബട്ട് ഒരിത്തിരി ഉള്ളൂ, നമുക്ക് ബേസിക്കലി ഫീൽ ചെയ്യില്ല. എക്സാം കഴിയുമ്പോഴേ നമുക്ക് കുറച്ച് നമ്മൾ വേർത്തു തന്നെ ഓർക്കുന്നു. സോ അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ല. പേരെങ്ങനെയാ? അമിത്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. പിന്നെ ഫിസിക്സ് എങ്ങനെയുണ്ടായിരുന്നു? ഫിസിക്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രിക്കി ആയിട്ടുള്ളതുണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നത്.
കെമിസ്ട്രിയോ? മോഡലിന് വന്ന അതേ പാറ്റേണിൽ ഒരു മോഡൽ അപ്പൊ നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അല്ലേ? അതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു. മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് കുറെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെ 2-3 ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ചെയ്തു ചെയ്യാൻ പറ്റും. അപ്പൊ ഹാപ്പിയാണ് അല്ലേ? അപ്പൊ ഫസ്റ്റ് സെഷനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? പരീക്ഷ കുഴപ്പമില്ലായിരുന്നു, മോഡറേറ്റ് ആയിരുന്നു, കുഴപ്പമില്ല. മാത്സ് ആയിരുന്നു കുറച്ച് ലെങ്തിയും, എല്ലാവരും പറഞ്ഞ ലെങ്തിയും, പിന്നെ ഡൂബിൾ ആയിരുന്നു. പക്ഷെ കുറച്ച് ടൈം കിട്ടിയായിരുന്നെങ്കിൽ അത് പറ്റുമായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി ഒക്കെ എങ്ങനെയുണ്ട്? ഫിസിക്സ് കെമിസ്ട്രി എളുപ്പമായിരുന്നു. കെമിസ്ട്രി NCERT നന്നായിട്ട് വായിച്ചു, അതായത് ആ ടേബിളും എല്ലാം നന്നായിട്ട് വായിച്ചാൽ പിന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ NCERT നന്നായിട്ട് പഠിച്ചൊരു ആൾക്ക് കെമിസ്ട്രി നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കെമിസ്ട്രി അപ്പൊ 25 ക്വസ്റ്റ്യൻ ഡൂബിൾ തന്നെയായിരുന്നു. ന്യൂമറിക്കൽ എങ്ങനെയായിരുന്നു? ലെങ്തി ആയിരുന്നു കാൽക്കുലേഷൻസ് ഒക്കെ? കാൽക്കുലേഷൻസ് കുറച്ച് ഈ മോൾ കോൺസെപ്റ്റിൽ നിന്നൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കാൽക്കുലേഷന്റെ സമയം എടുത്തു. ഫിസിക്സ് എങ്ങനെ ഈ കഴിഞ്ഞ 3 ദിവസത്തെ പോലെ തന്നെ ആസ് യൂഷ്വൽ ഈസി ആയിരുന്നു? ഫിസിക്സ് ഈസി ആയിരുന്നു, ഫിസിക്സും കുഴപ്പമില്ല, അത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ കെമിസ്ട്രിയും മാത്സും ആണ് കുറച്ച് ലെങ്തി കാൽക്കുലേഷൻ ഒക്കെ വരുമ്പോൾ ലെങ്തി അല്ലേ? അപ്പൊ ഫസ്റ്റ് സെഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ. നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു? അതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണോ നമുക്ക് ഇവിടെ വന്നത്? താഴ്ന്ന ലെവലായിരുന്നു. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. എന്റെ പേര് നികിത, ഞാൻ E09 പഠിച്ചത്. എന്റെ വീട് കോട്ടയത്താണ്. ഓക്കെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് സെഷൻ വെച്ച് നോക്കുമ്പോൾ എളുപ്പമായിരുന്നു. ഇപ്പോൾ സെഷൻ 1 അറ്റൻഡ് ചെയ്ത ആളാണ് അല്ലേ? ഓക്കെ. കമ്പാരിറ്റീവ്ലി ലൈക്ക് സബ്ജക്ട് വൈസ് നോക്കുവാണെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ എങ്ങനെയായിരുന്നു എന്നുള്ളത്? മാത്സ് ഡൂബിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എന്നാലും കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. പിന്നെ ഫിസിക്സ് കുഴപ്പമില്ലായിരുന്നു, കെമിസ്ട്രിയും വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു. പേരെന്താണ്? പേര് അക്ഷര, E09 ബാച്ച്. ഓക്കെ. എവിടെ നിന്ന് വരുന്നു? തൃശ്ശൂർ. ഓക്കെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. അപ്പോൾ സമയത്തിന് തീർക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ. സെഷൻ 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ which was better? This one was better. This one was much better. ഓക്കെ. നമ്മുടെ സെന്റർ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സെന്റർ വലിയ കുഴപ്പമില്ല, പക്ഷേ ക്ലൈമറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു. ഓക്കെ. ഫ്രിസ്കിങ്ങും കാര്യങ്ങളൊക്കെ കംഫർട്ടബിൾ ആയിരുന്നു, സ്മൂത്ത് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. പേരെന്താണ്? എന്റെ പേര് കീർത്തന, ഞാൻ E10 വരുന്നു, കോഴിക്കോടാണ്. ഓക്കെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ലായിരുന്നു. സബ്ജക്ട് വൈസ് നോക്കുവാണെങ്കിൽ ഏതായിരുന്നു എളുപ്പം? ഫിസിക്സ് തന്നെ. ഫിസിക്സ് പിന്നെ കെമിസ്ട്രി എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എന്നാൽ വലിയ എളുപ്പമില്ലായിരുന്നു. ഓക്കെ. കൂടുതൽ വെയിറ്റേജ് വന്ന് എവിടെ നിന്നാണ്? ലൈക്ക് ഓർഗാനിക്, ഇൻഓർഗാനിക് ഒക്കെ നോക്കുവാണെങ്കിൽ അങ്ങനെ എല്ലാത്തിനും വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇന്നൊരു സ്ഥലത്ത് നിന്ന് മാത്രമായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മൊത്തത്തിൽ ഓവറോൾ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. സെഷൻ 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് which was better? ഇത് തന്നെ. സെഷൻ 2 ആയിരുന്നു ബെറ്റർ. ഓക്കെ. 28 ആയിരുന്നു ഷിഫ്റ്റ്, അപ്പോൾ അതിനെ അപേക്ഷിച്ച് ഇത് തന്നെയായിരുന്നു ഭേദം. ഓക്കെ, thank you. Ellen James from J-Main batch E09. Okay, so how was the exam? Exam was the level of question is easier, but it was time consuming. Okay, so you did attend session 1, right? Yes. So comparatively, which was better? This session was easier, better, but time consuming. Time consuming. In which subject was it more time consuming? I would say little bit in chemistry has gone for me, but maths a lot of time has gone. Lot of time. Okay. So നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസ് ബ്രില്യൻ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? അത്ര എക്സാം എഴുതിയ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ഗുണം ചെയ്തോ? Yes, that experience will help us here. Like how can you explain a bit? We don't have any exam fear when we are writing the exam. We don't get unnecessary tension. We are calm and cool while doing the questions. Okay, so did you see any similar questions that you attended the brilliant model exam? Yes, I have seen I think few in physics and 1 or 2 in maths. Maths. Okay, thank you. ഐശ്വര്യ, എവിടെ നിന്ന് വരുന്നു? കോട്ടയത്ത്. ബ്രില്യൻ്റിലെ ഏത് ബാച്ചാണ്? Q8 ബാച്ച്. ഓക്കെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം സെഷൻ 1 കമ്പയർ ചെയ്യുമ്പം ഇന്നത്തെ അത്യാവശ്യം എളുപ്പമായിരുന്നു. പിന്നെ കെമിസ്ട്രി ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു, പക്ഷേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കെമിസ്ട്രിയിൽ എങ്ങനെയാണ്? ഓർഗാനിക് ആണോ ഇൻഓർഗാനിക് ആണോ? എവിടെ നിന്നായിരുന്നു കൂടുതൽ വെയിറ്റേജ് വന്നിരുന്നത്? എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഓർഗാനിക്കിൽ നിന്നും കുറച്ച് എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. മാത്സ് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു എന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, എങ്ങനെയായിരുന്നു? നമുക്ക് ലൈക്ക് മാത്സ് കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു, പക്ഷെ സോൾവ് ചെയ്തെടുക്കാൻ ടൈം എടുക്കുമായിരുന്നു. ഓക്കെ. ലെങ്ത് കൂടി പോയതുകൊണ്ടല്ല, പാടായതുകൊണ്ടല്ല, ലെങ്ത് ഇച്ചിരി കൂടുതലായിരുന്നു അല്ലേ? ഓക്കെ. ഓക്കെ. കൃഷ്ണജ, എവിടെ നിന്ന്? കോഴിക്കോട്. ഓക്കെ. ബ്രില്യൻ്റിലെ Q3 ബാച്ച്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഓവറോൾ നോക്കിയാണെങ്കിൽ? എക്സാം ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. സെഷൻ 1 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മുടെ സബ്ജക്ട് വൈസ് നോക്കുവാണെങ്കിൽ ഏതായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയത്? അത് കെമിസ്ട്രി കുഴപ്പമില്ല. കെമിസ്ട്രി ഫിസിക്സും രണ്ടും ഒരേപോലെ തന്നെയായിരുന്നു തോന്നിയിട്ടുള്ളത്. മാത്സ് കുറച്ച്
ലെങ്തി ഓക്കെ, ഒരു കാര്യം ചോദിച്ചിട്ട് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ എക്സാമ്പിളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ കെമിസ്ട്രി എന്ന് പറഞ്ഞപ്പോൾ ഷിഫ്റ്റ് 1 പാടാകുന്നു, ഷിഫ്റ്റ് 2 എളുപ്പമാകുന്നു, ഇങ്ങനെ ഒരു ഇൻകൺസിസ്റ്റൻസി നമുക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയായിരുന്നു കെമിസ്ട്രി മൊത്തത്തിൽ അങ്ങനെ നോക്കുവാണെങ്കിൽ? കെമിസ്ട്രി ഈ സെക്ഷനിൽ വലിയ കുഴപ്പമുള്ള പോലെ തോന്നിയിട്ടില്ല. സാധാരണ യൂഷ്വലി ജെയ്ക്ക് വരുന്ന രീതിയിൽ ജെയ് മെയിൻസിന് കെമിസ്ട്രി പൊതുവെ എളുപ്പമാവാറുള്ളത് പോലെ തന്നെയായിരുന്നു ഇതിനും തോന്നിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു ടഫ് ആയിട്ടുള്ളത്, പക്ഷെ എന്നാലും അത്ര തോന്നിയിട്ടില്ല. ചെയ്യാൻ പറ്റുന്നതായിരുന്നു അല്ലേ? ഓക്കെ. അദ്രിത ബ്രില്യന്റിലെ ഏത് കോഴ്സിനാണ്? R5 ബാച്ച്. R5 ബാച്ച്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഓവറോൾ നോക്കിയാണ്? കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ പോലെ സെഷൻ 1 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നി. പിന്നെ ഫിസിക്സും വലിയ കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രിയും പൊതുവെ ഇങ്ങനെ ടഫാന്ന് കേട്ടിരുന്നു, പക്ഷെ ഇന്ന് അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഓർഗാനിക് കുറച്ച് കുറവായിരുന്നു, ഫിസിക്കൽ കുറച്ച് കൂടുതലായിരുന്നു. ഫിസിക്കൽ കെമിസ്ട്രിയും ഇനോർഗാനിക്കൊന്നും ഉണ്ടായിരുന്നു. ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാണ്? വലിയ കുഴപ്പമില്ല. മാത്സ് ഇച്ചിരി ടൈം ലെങ്തി ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള അല്ലേ? ഓക്കെ, അപ്പോൾ ഈ സെഷൻ 1 നിന്ന് കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോൾ ഏതാണ് താങ്കൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത്? എനിക്ക് സെക്ഷൻ 2 ആണ് കുറച്ചുകൂടി എളുപ്പമായിട്ട്. സെഷൻ 2 ആണ് എളുപ്പമായിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയധികം മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ടാണ് നമ്മൾ ഈ ഒരു മെയിൻ എക്സാം എഴുതാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ എക്സാം എഴുതിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് താങ്കൾക്ക് ഗുണം ചെയ്തോ? ഉറപ്പായിട്ടും ഗുണം ചെയ്തു. ഭയങ്കര നമുക്ക് ടൈം മാനേജ് ചെയ്യാനും പിന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് എഴുതാനും പിന്നെ കുറെ കണ്ട ക്വസ്റ്റ്യൻസ് ലൈക്ക് വാല്യൂ മാറ്റിയിട്ടാണെങ്കിലും ഓൾമോസ്റ്റ് ഓരോ മോഡലിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫെമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, താങ്ക് യു. പേര്? ഗംഗാലക്ഷ്മി. എവിടെ നിന്ന് വരുന്നു? കൊല്ലം. ബ്രില്യന്റിലെ ഏത് ബാച്ചിലാണ്? P5. ഓക്കെ, മൊത്തത്തിൽ എക്സാം എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ നോക്കിയാണെങ്കിൽ? കുഴപ്പമില്ലായിരുന്നു. എനിക്ക് എഴുതിയതിൽ 3 സബ്ജക്റ്റിലും കെമിസ്ട്രി ആയിരുന്നു കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നു. ഓക്കെ, ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നത്? ബ്രില്യന്റിലെ മോഡൽ എക്സാം ഒക്കെ എഴുതി ശീലിച്ചുകൊണ്ട് നമുക്ക് ടൈമിന് അത്ര പ്രശ്നമൊന്നും വന്നില്ല. പ്രശ്നം തോന്നുന്നില്ല. സെന്റർ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഒരുപാട് ഫ്രിസ്കിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാം കയറുന്നതിന് മുന്നോടിയായിട്ടുണ്ട്. കംഫർട്ടബിൾ ആയിരുന്നോ? കംഫർട്ടബിൾ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സെഷൻ 1 നിന്ന് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഏതാണ് എളുപ്പമെന്ന് താങ്കൾക്ക് തോന്നുന്നു? സെഷൻ ഈ സെഷൻ തന്നെയാണ് കമ്പാരിറ്റീവ്ലി എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് ഈ എക്സാം എഴുതാനായിട്ടുണ്ട്. അവർക്കൊക്കെ കൊടുക്കാനായിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ലൈക്ക് എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഈ കണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ ഒരു ബേസിസിൽ പറയുകയാണെങ്കിൽ? Time management is one focus, and also like don't spend too much time on one question. Go for the next one because there will be an easier to do question. And chemistry study, and also physics also look after physics, and maths also just revise properly and come. അവന്റെ പേര് എങ്ങനെയാടാ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. ഫിസിക്സും കെമിസ്ട്രി ഒക്കെ സാധാ പോലെ. കെമിസ്ട്രി ലെങ്തി ആയിരുന്നു. മാത്സ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എങ്ങനെയാ പേര്? അരവിന്ദ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മോഡറേറ്റ് ആയിരുന്നു. മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് ഡൂവബിൾ ആയിരുന്നോ? ഡൂവബിൾ ആയിരുന്നു, പക്ഷെ കുറച്ചുകൂടെ സമയം എടുത്ത് ചെയ്യേണ്ട ലെങ്തി ആയിരുന്നു അല്ലേ? കാൽക്കുലേഷൻസ് ലെങ്തി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിലും കൂടുതൽ പെർസെന്റേജ് സ്കോർ ചെയ്യാൻ പറ്റില്ലേ? കോൺഫിഡന്റ് അല്ലേ? പേര് എങ്ങനെയാ? ഭരത്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് എളുപ്പമാണ്, ഈസി ആയിരുന്നു. കെമിസ്ട്രി ലെങ്തി ആയിരുന്നോ? അത്രയ്ക്ക് ലെങ്ത് അല്ലായിരുന്നു. അത്യാവശ്യം നമുക്ക് എഴുതാൻ പറ്റും. മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഇച്ചിരി ലെങ്തി ആയിരുന്നു. കാൽക്കുലേഷൻസ് ഒക്കെ ലെങ്തി ആയിരുന്നു അല്ലേ? അപ്പോൾ ഫസ്റ്റ് സെഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി ഫസ്റ്റ്. ഇപ്പോൾ നമ്മുടെ ബ്രില്യന്റ് മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയില്ലേ? അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അതേ ലെവലിലുള്ള എക്സാംസ് ആയിരുന്നോ? അതേ ലെവലായിരുന്നു. അപ്പം അത് നമുക്ക് ടൈം മാനേജ്മെന്റിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തോ? നമ്മുടെ സെന്റർ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുത്തെ സ്റ്റാഫ് ഒക്കെ ഫ്രണ്ട്ലി ആയിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നു. അപ്പോൾ 3 നന്നായിട്ട് എഴുതാൻ പറ്റി. മാത്സ് കുറച്ച് പണിയായിരുന്നു. മാത്സ് കുറച്ച് ടഫായിരുന്നു. എല്ലാവരും പറഞ്ഞു മാത്സ് കുറച്ച് ടഫായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിലും നല്ല പെർസെൻറ്റേജ് ഉറപ്പായിട്ട് കിട്ടുമല്ലേ? അപ്പോൾ പേരെങ്ങനെയാ? അഭിജിത്ത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. ഫിസിക്സും കെമിസ്ട്രിയും നന്നായി എഴുതാൻ പറ്റി. മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു, അതുകൊണ്ട് പ്രതീക്ഷ അത്ര അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സെന്റർ സ്റ്റാഫ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റാഫ് നല്ല കോർഡിനേഷൻ ആയിരുന്നു. പിന്നെ എല്ലാവരും നന്നായി ഹെൽപ്പ് ചെയ്തു. കറക്റ്റ് ടൈമിലെല്ലാം കൊടുന്ന് നല്ലതായിരുന്നു. ടൈമൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി അല്ലേ? അപ്പം ഫസ്റ്റ് സെഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല പെർസെന്റേജ് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റി. നമ്മുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നമ്മുടെ ഈ കഴിഞ്ഞ 3 ദിവസത്തെ എക്സാംസ് കണ്ടില്ലായിരുന്നു? അതിന്റെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടില്ല? അതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു? അതെ, അങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.